നിർത്തണമില്ലല്ലോ. ഹലോ, എന്തിനാ വിറയ്ക്കുന്നേ? ഇത് ഞാനാ. ഏത് ഞാനാ? ഞാനെന്ന് പറഞ്ഞ ആശ. നീയാ? നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? എനിക്ക് വിളിക്കാൻ പാടില്ല. നിനക്ക് എവിടെ നമ്പർ കിട്ടി? ഞാനിപ്പോ വിളിച്ചതായി കുഴപ്പം. നിങ്ങൾ എന്തെടുക്കാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പണിക്കിറങ്ങുമ്പോ വിളിക്കരുതെന്ന്? അത് പിന്നെ നിങ്ങൾ ഇവിടെ 8:30 ഇറങ്ങിയതല്ലേ, ആകെ ഒരു ടെൻഷൻ. അതിന് ഇവിടുത്തെ നമ്പർ എവിടെ കിട്ടി? അത് ഞാൻ ഫോൺ ഡയറക്ടറി നോക്കിയെടുത്താ. അപ്പൊ ഒന്ന് വിളിക്കാൻ തോന്നി, മിസ് ചെയ്ത്. മിസ് ചെയ്യാൻ ഞാൻ ഗൾഫിലേക്കൊന്നും അല്ല പോയത്. 2 മണിക്കൂർ മുമ്പല്ലേ അവിടെ നിന്ന് പോകുന്നത്. നീ എന്തൊക്കെയാണ് ആശ കാണിക്കണത്? ഇവിടെ ടെൻഷൻ അടിച്ചിട്ടുള്ള പണിയാണ്. ഡിന്നർ പോലും കഴിച്ചിട്ടില്ല, അറിയോ? ദേ, ഒച്ച ഉണ്ടാക്കണ്ട. എനിക്ക് വയ്യാതിരിക്കാന്നറിയാലോ. മാത്രല്ല, നിങ്ങൾ ഈ ഒച്ച ഉണ്ടാക്കണ ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? ഓളോ പറയണേക്ക്. ഫോണൊന്ന് നോക്കോ, ചേട്ടൻ ഈ ഡ്യൂട്ടി തീർത്തിട്ട് വരാം. എന്നോട് എന്തോരം ഇഷ്ടമുണ്ട്. ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാ? ഒരുപാടെന്ന് വെച്ചാ ഒരുപാട്. അയ്യോ, നീ വെച്ചേ അപകടം. ഐ ലവ് യു ട്ടാ. ലവ് യു ടു. പേടിത്തൊണ്ട്. പിന്നെ ഒരു കാര്യം, ലിസ്റ്റിൽ 88,000 ആയിരിക്കും എന്ന് വെച്ച് കൃത്യമായിട്ട് അതന്നെ എടുക്കരുത്. 4-5 ലക്ഷം അങ്ങ് എടുത്തോ. 4-5 ലക്ഷോ? ആരായാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ കള്ളനല്ലേ. ഓ, എന്നാ ഒരു 2 ലക്ഷമെങ്കിലും ഒന്ന് കൊണ്ടുപോവാ. അതൊന്നും ശരിയാവൂല. നമ്മൾ അത്യാഗ്രഹം കാണിച്ചാലേ ദൈവകോപം ഉണ്ടാവും. ഹലോ 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 ഹലോ. എന്തായിട്ടാ ശബ്ദം കേട്ടത്? പെൻഡിലടിച്ചതാ. അതെന്താ സാധനം? എന്നുവെച്ചാ ഈ വലിയ ക്ലോക്കിന്റെ അടിയിൽ തെക്കോട്ടും വടക്കോട്ടും ഒരു കാര്യമില്ലാണ്ട് ഒരു സാധനം തൂങ്ങിക്കിടന്ന് ആടൂലേ, ആ സാധനം. ഓ, സിനിമയിലൊക്കെ ഉള്ളത് വലിയ ക്ലോക്ക്. പണക്കാരുടെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ? അത് തന്നെ. ഭയങ്കര വെയിറ്റ് ആണോ? ഒരുപാട് വലുതാണോ? പിന്നെ അല്ലാണ്ട്. ഈ ക്ലോക്ക് ഞാൻ എടുത്തോണ്ട് വന്നോന്നാണോ മോൾ ഉദ്ദേശിച്ചത്? ഞാൻ വേണോന്ന് പറഞ്ഞോ? എനിക്കതൊന്നും വേണ്ട. പക്ഷെ ഭാര്യക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇത് നിനക്ക് ഏത് ഗിഫ്റ്റാ വേണ്ടതെന്ന് ഞാനെങ്ങനെ അറിയും? ഇവിടത്തെ ഫ്രിഡ്ജ് തന്നെ നമ്മുടെ അടുക്കളയുടെ അത്ര ഉണ്ട്. അത് ഞാൻ എടുത്തോണ്ട് വരണോ? ക്ലോക്കും ഫ്രിഡ്ജും ഒന്നും എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ പണക്കാരുടെ വീടൊന്നും കണ്ടിട്ടില്ല. ഞാനവിടെ വന്നിരുന്നെങ്കിലേ അവിടെ താമസിക്കുന്നവരെൻ്റെ കുഷ്മോണ്ട് ചത്തേനെ. എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാലോ സെലക്ട് ചെയ്യാൻ? സെലക്ട് ചെയ്യാനാ? മോളു, ഞാൻ ലുലു മാളിലേക്കല്ലല്ലോ വന്നേക്കണത്. വല്ലോന്റെ വീട്ടിൽ മോട്ടിക്കാൻ വന്നേക്കല്ലേ. ശരി, എന്നാ ഒരു മത. ഇനി ഫോൺ വെച്ചോ. ഏട്ടനാദ്യം വെക്കി. ഞാൻ വെക്കുവാണേ. ഉമ്മ. അയ്യോ, ബാഗ്. ലഗേജ്. എന്റെ ലഗേജാ? യോ, ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നോട്ട് ഈവൻ എ പോയിന്റ്. നെറ്റ്വർക്ക് പോലും ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രം. നോട്ടി. ഇല്ല, ഫോൺ കൊണ്ട് പോയിക്കോളൂ. ആദർശ്, എന്റെ ലഗേജ് എടുത്തേക്ക്. കൊണ്ടുപോരാ.
See, no network. ഐസ് അവിടെ. താങ്ക് യു. Wow. This is really beautiful. താങ്ക് യു. അമ്മായപ്പന്റെ സമ്മാനായിരുന്നു കല്യാണത്തിന്. ആണോ? So nice. ഇവിടെ ഇഷ്ടംപോലെ മുറിയുണ്ട് മുകളിലും താഴെയിട്ട്. Haha. ശ്രദ്ധയ്ക്ക് മുകളില താഴെയാ എവിടെയാണെങ്കിൽ ചൂസ് ചെയ്യാം. Okay. തനിക്കപ്പോ ഫ്രഷ് അപ്പ് ആയിട്ട് വരാമല്ലോ. ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം. Okay. ഈ ലഗേജ് Next time. ഓക്കെ കൂൾ. Wow. This is so huge. ഇവിടെ ഇരിക്കണ ചേഞ്ച് ചെയ്യണില്ല ഇതൊന്നും. ഇപ്പൊ ഇല്ല. ഏ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കൂ. എനിക്ക് കുറ്റബോധം വരുന്നുണ്ട്. എന്തിന്? നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിക്കുന്നത്? നമ്മൾ വലിയ അടുപ്പാവുന്നതിന് മുമ്പ് ഞാൻ കൂടെ വന്നു. ഈസി ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ഏയ് അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഏട്ടാ. നമുക്ക് കുറച്ചുകൂടെയും പേഴ്സണലായിട്ട് സംസാരിക്കാൻ മുകളിൽ പോയല്ല. ഗുഡ് ഐഡിയ. ഗുഡ് ഐഡിയ. എങ്ങോട്ടാ? മുകളിലേക്ക്. അതല്ല, കുറച്ചു നേരം സംസാരിക്കാന്നാ പറഞ്ഞത്.